എന്നും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊൻപുലരി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സഹോദരി സഹോദരന്മാരെ നാം ഒരേ കൊടിക്കീഴിൽ ആ പീക്കിരി ചെറുക്കൻ എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കുന്നു. എന്നെ അവരുടെ സ്വന്തക്കാരാണെങ്കിൽ നാലേക്ക് 40 വട്ടം ജയിലിൽ നിന്ന് പോവാം. കച്ചവടമോ കള്ളക്കടത്തോ ഒക്കെ നടത്തിയിട്ട് സൗകര്യം പോലെ തിരിച്ചു വരാം. ആ ജയിൽ ഐ ജി എന്ന് വിളിക്കും. ഐ ജി ഓഫ് പ്രിസൺസ് ചിലത് ചോദിക്കാനുണ്ട്. രാവേട്ടൻ അറിയോ? ഫോണിൽ വിളിക്കണോ? ആ, രാമേട്ടൻ PR മേനോനെന്നും പറഞ്ഞ അവൻ അറിയില്ല. പടിഞ്ഞാറ രാമൂട്ടി വിളിക്കുന്നു പറ. ആ, എന്നിട്ട് അരക്കുപ്പി വേറെ വിളിക്കണം. ഒരു 50 മില്ലി അടിച്ചു സംസാരിക്കാൻ സ്റ്റൈല് വരും. വേണ്ട, സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാൻ വന്നിട്ട്. ഇവര് രഹസ്യമായി സ്കോച്ച് കുടിക്കുന്നു, നമ്മൾ പരസ്യമായി പട്ടയടിക്കുന്നു. ലഹരി സമാസമം. 28 കൊല്ലത്തിനുള്ളിലെ കൊടും ക്രൂരതകളും കൊലപാതകം ചെയ്ത് എത്ര പേരെ വെറുതെ വിട്ടു, എത്ര പേര് കിളവ് കൊടുത്തു, കണക്കേ സൂക്ഷിച്ചിട്ടുണ്ട്. എന്ത് പതുക്കെ? 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. അതിനുള്ളിൽ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി പട്ടയടിച്ചിട്ട് വരും. വന്നാൽ എന്നെ ജാമ്യത്തിൽ വെക്കാനുള്ള ഏർപ്പാട് നീ ചെയ്തു. പത്രക്കാരാണോ? ആയിരിക്കും. ഓ, ആ കേസ്. ഇതിന് ഞാനെന്ത് ചെയ്യാൻ? ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ഈ മാതിരിയല്ല, പക്ഷെ പല കേസുകളും സർക്കാർ. സോറി, ഇപ്പൊ തന്നെ ഞാൻ അരമണിക്കൂർ ലേറ്റാണ്. പത്രപ്രവർത്തനം നിർത്തി ഇക്കൂട്ടരുടെ വക്കാലത്തായി നടക്കാണോ രാമമേനോൻ? ഞാൻ എനിക്ക് തോന്നുക ചെയ്യും. വക്കാലത്തെടുത്തത് ഞാനാണ് മിസ്റ്റർ കുമാരൻ. രാമേട്ടനെ ഞാൻ കെട്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്റെ പേര് റഷീദ്. ഓ, ഹലോ. ആദ്യം മനസ്സിലായില്ല. ബോംബെ തന്നെയല്ലേ ഇപ്പം? അല്ല. പിന്നെ എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? പത്രപ്രവർത്തനം നിർത്തി ആത്മകഥ പോലെ എഴുതുന്നു. ബോംബെയിൽ ഒരു പത്രപ്രവർത്തകൻ, ഗോവാക്കാരി ആന്റികളുടെ ബാർ, ദേശീയ തെരുവുകൾ, നമ്മൾ ഒരുമിച്ച് കറങ്ങിയ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. ഓർമ്മയില്ലേ? ഒരു ലേഖന പരമ്പര, പഴയ ചില ഫോട്ടോസുകളടക്കം. വാരാവേട്ട, ഇദ്ദേഹത്തിന്റെയൊക്കെ ഇപ്പോഴത്തെ സമയം നമ്മൾ അവഗണിച്ച പടച്ചോ കൂടെ പൊറുക്കില്ല. വാ. താങ്ക് യു മിസ്റ്റർ കുമാരൻ. മിസ്റ്റർ മേനോൻ, നിങ്ങൾ CM-നെ കാണൂ. CM ആണ്. വരൂ. ഓ, ഇന്ദിര. വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ. ഇരിക്കും. ജയില് പല ക്ലാസ് ആയിട്ടല്ലേ? നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്തുക? വേറെ നല്ല വർത്താനൊന്നും പറയാനില്ലേ? സോറി. കുറച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതിനെന്താ, ലെറ്റ് us സെലിബ്രേറ്റ്. എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാള് എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പടം കാണാം. മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം. നല്ല കാട്ടുമുയലിന്റെ ഇറച്ചിയും തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്കാം. എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷ് ബി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്സ്.
ശോഭമാ ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി പാടാൻ മറന്നു പോയ പാട്ടുകളല്ലോ നിൻ മാടത്ത് മധുരമായി പാടുന്നു ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി അത്ഭുത കഥകളുടെ ചെപ്പുകൾ തുറന്നോരോ മുത്തെടുത്തിന്നു നിന്റെ മടിയിൽ വെക്കാം അത്ഭുത കഥകളുടെ ചെപ്പുകൾ തുറന്നോരോ മുത്തെടുത്തിന്നു നിന്റെ മടിയിൽ വെക്കാം പ്ലാവില പാത്രങ്ങളിൽ പാവയ്ക്കു പാൽ കുറുക്കും കൈകളായി വീണ്ടും എന്റെ അരികിൽ നിൽക്കൂ ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി അപ്സരസുകൾ താഴെ ചിത്രശലഭങ്ങളാൽ പുഷ്പങ്ങൾ തേടി വരും കഥകൾ ചൊല്ലാം അപ്സരസുകൾ താഴെ ചിത്രശലഭങ്ങളാൽ പുഷ്പങ്ങൾ തേടി വരും കഥകൾ ചൊല്ലാം പൂവിനെ പോലും നുള്ളി നോവിക്കാനരുതാത്ത കേവല സ്നേഹമായി നീ അരികിൽ നിൽക്കൂ ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീ എന്തിനെങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന? സന്തോഷായിട്ടിരിക്കില്ലേ? എന്തോ നീ തീരെ മാറിയിട്ടില്ല. ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ 2 or 3 മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. 2 തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും
അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ. സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം. പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപമൊന്നും പോരെ കക്ഷിക്ക്? പോരാ. ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും ഒക്കെ പാർട്ടികളിൽ ഞാൻ കുടിക്കണം, കൊഴയണം, കിടന്നു കൊടുക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. ഭാഗ്യം. ഈ രാജനോ തുമ്പപ്പൂ പോലുള്ള, തുളസിക്കതിർ പോലുള്ള എന്നൊക്കെ നിന്നെപ്പറ്റി കത്തെഴുതിയിരുന്ന ഈ രാജനോ? ഓ മൈ ഗോഡ്. ഇന്നലെയും ഈശ്വരനെ വിളിക്കുകയാണോ? നേരെ ഒരുപാടായി. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഉറങ്ങിയില്ലേ? ഇല്ല. കിടന്നപ്പോ ഇന്ദിരയെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല എന്തോ? 8 വർഷം ടെറിബിൾ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ. മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്. ശാരദ കിടക്ക കാണേണ്ട താമസം. ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്ക് ചെറുപ്പം. യു ആർ ബ്യൂട്ടിഫുൾ. നല്ല ആഹാരവും തന്ന് പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? രാജമ്പി കിടക്ക്. ചുമ്മാ നാട്ടികളാ. എന്റെ ആവശ്യം എനിക്കറിയാം. അച്ചുണ്ടാക്കാതെ കിടക്ക. രാജൻ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്നവൾക്ക് കനിവ് തോന്നി കുറച്ച് കാമം അല്ലേ? ശാരദയുടെ വീടായിപ്പോയി. എന്തിനാ ഇത്ര നേരത്തെ എണീറ്റേ? സുഖമായിട്ട് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനങ്ങോട്ട് പോവാണ്. പാവാട ഉണങ്ങിയിട്ടില്ല. ഒന്നുകൂടി വെയിൽ തരണം. ഇടയ്ക്ക് അങ്ങോട്ട് പോയാ പോരെ? ഇവിടെ താമസിക്കാൻ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ടല്ല. നിനക്ക് വല്ല അസൗകര്യം? ഏയ്, അവിടെ ഇവിടെ ഒരുപോലല്ലേ.
ദൂരത്തല്ലല്ലോ. വരാം. പിണ്ടുമെടുത്ത് നല്ലതുപോലെ സങ്കല്പിച്ച് ക്ഷേത്രപിണ്ഡം വയ്ക്കുക. BA കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മയ്ക്കില്ല. ഇന്നലെയുടെ ജോലി സ്ഥലത്ത് സാർ പോയിട്ടുണ്ടോ? ആ 2-3 പ്രാവശ്യം. അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ. ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം. ചോദ്യങ്ങൾ എന്നോട് മതി. ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്. സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ? ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു. നല്ല മറന്നു എടുക്കാൻ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല 5-മത്തെയോ 6-മത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റാൻ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേന്ന് ഏതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ നിന്നു. സർക്കാർ വാഹനവും കാത്ത്. അപ്പോ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. പെൻക്യൂനി വന്ന ബുക്കാണ്. അതും ഈ ഇന്റർവ്യൂവും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർനാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളുമായി ബന്ധം ഉണ്ടാവില്ല എന്നറിയാം. ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി. ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമേട്ടൻ എന്നൊരു പല്ലുകൊഴിഞ്ഞ സിംഹം, എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. ഓ, വരാം. രാവിലെ ഒരു ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു. കാരണം ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പണം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവം ഉറപ്പാ. എനിക്ക് വെളുപ്പിനെ പോസ്റ്റ് ഓഫീസിൽ അർജന്റ് കോൾ. എടുത്തോളൂ. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ കോളേജ് തുറക്കുമ്പോ ഇന്നലേക്ക് അങ്ങോട്ട് വരാം. അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ടെന്താ? ഈ പോലീസിലെ റിപ്പോർട്ടിങ്ങും മറ്റും എത്ര കാലത്തേക്കാണ്? ജോലി കിട്ടിയാലില്ലെങ്കിലും
ഞങ്ങൾക്കൊരു ബേഡനാവില്ല. 28-ാം വയസ്സിൽ ജീവിതത്തിൽ നിന്ന് ആരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. വായിക്കാൻ കൂടി ഇൻട്രസ്റ്റ് ഇല്ല എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ. അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? ആവോ, ചോദിച്ചറിയായിരുന്നില്ലേ?